കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും തൊട്ടു നോക്കാൻ കഴിയാത്തതും മണത്തു നോക്കാൻ കഴിയാത്തതുമായ ഒന്നും സത്യമല്ല എന്ന് കൃത്യമായി ഞാൻ വാക്കുപയോഗിക്കുകയാണ്. ഇടതുപക്ഷ ഇക്കോസിസ്റ്റം. ഞാൻ ഇടതുപക്ഷ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രവർത്തകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പൊള്ളുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പറഞ്ഞതാണ്. യൂറോപ്പിൽ അവതരിപ്പിക്കപ്പെട്ട തികച്ചും വിദേശിയായ ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഭൗതികതയുടെ കണ്ണിൽ മാത്രം, മെറ്റീരിയൽ ലോകത്തെക്കുറിച്ച് മാത്രം, ഭോഗത്തെക്കുറിച്ച് മാത്രം, ആണിനെയും പെണ്ണിനെയും ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഭാരതത്തിൻ്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തെയോ ഭാരതത്തിൻ്റെ ആ അദ്വൈതമെന്ന് പറയുന്ന പൂവിലും പുല്ലിലും പുഴുവിലും കടുവയിലും ആനയിലും ഒക്കെയുള്ളത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ലായ്മ. പക്ഷേ ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നമ്മുടെ സമൂഹത്തെ അപ്പാടെ ഗ്രസിച്ചതിൻ്റെ ഒരു പ്രശ്നം, ഭരണം എന്നതും രാഷ്ട്രീയം എന്നതും അധികാരവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ അധികാരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും ചെയ്യാം, ഏത് പ്രീണനവും നടത്താം, ആരെയും പാമ്പർ ചെയ്യാം എന്ന നിലയിലേക്ക് ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ തനിമയെ, അത് പകർന്നു തന്ന മുലപ്പാലിൻ്റെ മധുരിമയെ ഒക്കെ മറന്നുപോയ ഒരു സാഹചര്യമാണ് ഈ പറയുന്ന നാരായണ ഗുരുദേവനെ ക്ഷേത്രങ്ങൾ പണിയരുത്, പ്രതിഷ്ഠകൾ ആവശ്യമില്ല, അതല്ല കാര്യം എന്ന് നാരായണ ഗുരുദേവൻ. വിവേകാനന്ദ സ്വാമി പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ബോൺ ഇൻ എ ചർച്ച് ബട്ട് ഇറ്റ് ഇസ് വേഴ്സ് ദാറ്റ് യു ഡൈ ദയർ. നിങ്ങളൊരു പള്ളിയിൽ, യൂറോപ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത്, നിങ്ങളൊരു പള്ളിയിൽ ജനിച്ചു എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ അവിടെ തന്നെ മരിച്ചു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്.